ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ദുഃഖ ശനിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കാപ്പി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പം നമ്മുടെ ഇവിടെ കുറച്ച് വിറക്, ഇനിയിപ്പോൾ അമ്മയ്ക്ക് വിറക് കൊത്തി കയറാൻ പറ്റില്ല, എനിക്ക് അതിനുള്ള സമയമില്ല. ഞാനും അങ്ങനെ വിറക് കൊത്തിക്കറി ശീലിക്കാത്തതുകൊണ്ട് എനിക്ക് അത്ര നന്നായിട്ട് അറിയത്തില്ല, എന്നാലും അത്യാവശ്യം ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള രവിചേട്ടനെ കൊണ്ട് രവിചേട്ടനോട് പറഞ്ഞൊന്ന് കൊത്തിക്കറി തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ വിറക് കൊത്തിക്കറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം വിറക് കൊത്തുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അപ്പുറം ലിതിമോളും അമ്മയൊക്കെ ഇരുന്ന് എന്തൊക്കെയോ വർത്താനം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്ന ഇൻഡാലിയത്തിൻ്റെ നമ്മുടെ ചട്ടിയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാതെ, ഇത്തിരി എണ്ണ വേണ്ട, ആവശ്യത്തിനുള്ള എണ്ണ മതി. ഇത് ഇത്രയും എണ്ണ മതി കേട്ടോ. കുറച്ചുകൂടെ ഒഴിച്ചേക്കാം, കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ കേട്ടോ. ഓൾറെഡി ഈ ചട്ടി ചൂടായിട്ട് തന്നെ ഇരിക്കുന്നത്, അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് ഇങ്ങനെ പൊട്ടിക്കോട്ടേ ഇരിക്കാൻ കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിയ ശേഷം നമ്മൾ അടുത്ത് ഇടാൻ പോകുന്ന സാധനം കാണിച്ചു തരാവേ. കടുക് നല്ലപോലെ പൊട്ടി തീർന്നിട്ടുണ്ട്, കുറച്ചുകൂടെ പൊട്ടാനുള്ളൂ. അപ്പം അതിൻ്റെ അകത്തേക്ക് അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് ഉഴുന്നാണ് കേട്ടോ. ഉഴുന്നിട്ടിട്ടുണ്ട്, നന്നായിട്ട് ഇളക്കാം. അപ്പോൾ ഞാൻ സാധാരണ ഉഴുന്നിട്ടിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കില്ല, ഇതിമൊക്കെ കുറച്ച് അത് വേണ്ട കേട്ടോ. അതുകൊണ്ട് ഞാൻ അടുത്ത സാധനങ്ങൾ ഇടാൻ പോവാണേ. കുറച്ച് ഇഞ്ചി, കുറച്ച് മുളക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് അടുത്ത് ഇടാൻ പോകുന്നത് ക്യാരറ്റാണ് കേട്ടോ. ക്യാരറ്റ് കുറച്ച് ഉണങ്ങിപ്പോയതായിരുന്നേ, അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ലതുപോലെ ഇറക്കി കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ ഇളക്കാം. ഇതിനകത്തേക്ക് സവാളയും കൂടി ഇടാവേ. കരിവേപ്പിലയും സവാളയും ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് അങ്ങനെ ആവട്ടെ. സവാളയും കൂടെ ഇട്ടിട്ടുണ്ട്, എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കാം. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിപ്പോൾ ധാരാളമായിട്ട് കറിവേപ്പില ഉണ്ട്, കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചായിരുന്നല്ലോ. ആദ്യത്തെ ഉപ്പുമാവ് തീരിച്ചില്ലാത്ത നമ്മൾ 4 മേടിക്കും. നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ, കളറിന് വേണ്ടിയിട്ട്. സാധാരണ ഞാൻ മഞ്ഞപ്പൊടി ഇടാറില്ല, എന്നാലും ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ബീൻസ് ഇടാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മളെല്ലാവരെയും വീട്ടിലുണ്ടാക്കുന്ന സാധനമാണ്, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഉഴുന്നിന് പകരം പട്ടാണി ഇടാം, കുറേ അങ്ങനെ ഇടാൻ പറ്റും കേട്ടോ. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഉഴുന്ന് ഇത്ര ഇടേണ്ട ആവശ്യമില്ല, കുറച്ചിട്ടാണ്. പക്ഷേ എനിക്ക് ഉഴുന്ന് കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ സ്റ്റാർട്ടിങ് വന്നിട്ടതാണ് കേട്ടോ.
വാടി വന്നാൽ മതി, ഒത്തിരി ഒന്നും വാടണ്ട. നന്നായിട്ട് ഇളക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മ ഇങ്ങ് വന്നേ. അപ്പൊ നമ്മുടെ അമ്മേനെ വിളിച്ചിട്ട് വന്നിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചിട്ട് ഇട്ടോളൂ. ഇട്ടോ, ആവശ്യത്തിന് ഇട്ടോ. ഇത് വറുത്ത റവയാണ്, എന്നാലും നമ്മളൊന്ന് വറക്കേണ്ടതുണ്ട്. നമ്മൾ വറക്കാത്തതുകൊണ്ട് ഇങ്ങനെ ഇട്ടേക്കാണ്. ഇച്ചിരി ഉപ്പ് കൂടെ ഇട്ടോ. സാധാരണ ഇങ്ങനെ ആരും ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കടകളിലൊക്കെ മിക്സ് കിട്ടുന്നത് ഇങ്ങനെയാണ്. അതായത് എല്ലാം കൂടി ഫ്രൈ ചെയ്ത് ഇങ്ങനെ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയാൽ മതി കേട്ടോ. ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നന്നായിട്ട് ചൂടായിട്ട് കുറച്ചുകൂടി ഒന്ന് സെറ്റായിട്ട് വരും കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ അടിപൊളിയാണ്. നല്ല പൊടിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. അങ്ങനെ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം. നല്ലപോലെ ഡ്രൈ ആയിട്ട്, സവാളയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വെള്ളമൊന്നും ഇല്ലാണ്ട് വരണം കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇതിൻ്റെ അകത്ത് ഒരുവിധം ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചാണ് നമ്മളിത്. അത്രയും ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഒഴിക്കില്ല. എന്നിട്ട് നന്നായിട്ട് ഇറക്കി കൊടുക്കും. നമ്മളിത് ഇങ്ങനെ ഉടച്ചുടച്ച് നല്ല അടിപൊളി ഉപ്പുമാവായിട്ട് വരും. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് അടിപൊളിയായിട്ട് ഉപ്പുമാവ് വന്നിട്ടുണ്ട്. കണ്ട, അടിപൊളി ഉപ്പുമാവായിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാം കേട്ടോ. സൂപ്പർ ഉപ്പുമാവ്, നല്ല ചൂട് വറക്കുന്ന ഉപ്പുമാവ്. ഇത് കുറച്ച് പഴമൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയില്ലെന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മൾ സാധാരണ ഇതിൻ്റെ അകത്ത് എല്ലാം വരട്ടിയ ശേഷം അതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിക്കുക, അതിൻ്റെ അകത്ത് ഉപ്പിടുക, പിന്നെ പൊടി ഇടുക ചെയ്യുന്നത്. ഇത് വറുത്ത പൊടിയാണ് എങ്കിൽ പോലും നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ ഇച്ചിരിയോടെ ടേസ്റ്റ് ഉണ്ടാവും. മസാലയ്ക്കൊപ്പം, മസാലയല്ല, ഈ പറയുന്ന നമ്മുടെ സവാളയ്ക്കകത്തും ഒക്കെ ഇട്ട് നന്നായിട്ട് വരട്ടിയെടുത്ത് അടിപൊളിയായിരിക്കും. വേണ്ട, സൂപ്പർ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കഴിച്ചാൽ മതിയേ. അങ്ങനെ ഉപ്പുമാവ് കഴിക്കാൻ പോയിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഉപ്പുമാവായിട്ടുണ്ട്. അടിപൊളി ഉപ്പുമാവാണേ. ഇനി നമുക്കിത് കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ റോസ്റ്റ് പഴം ഉണ്ട് കേട്ടോ. റോസ്റ്റ് പഴം. അപ്പോൾ നമ്മളിത് ഉപ്പുമാവ് കഴിക്കാൻ. അങ്ങനെ ഉപ്പുമാവിൻ്റെ കൂടെ പഴമൊന്നും കഴിക്കുന്ന വലിയ ഇഷ്ടമൊന്നുമല്ല. കറിയൊന്നും കൂട്ടാണ്ട് ചുമ്മാ നല്ല ചൂടോടെ കഴിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. മധുരം അങ്ങനെ ഇഷ്ടമല്ല. രാവിലെ പഴം കഴിച്ചാലും ആസിഡിറ്റി ഒക്കെ കൂടുതലായിരിക്കും. പക്ഷെ കഴിച്ചോളാം. ഉപ്പുമാവും കടലക്കറിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് നല്ല കോംബോയാണ്. പക്ഷെ ഇന്നലെ കടല ഇടാൻ പറ്റിയില്ല വെള്ളത്തിൽ. അപ്പോൾ ഇന്ന് രാവിലെ ആകുമ്പോഴത്തേക്കും വേവുമില്ല സാധനം. കഴിക്കാം. ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് തന്നെ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും കേട്ടോ. ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി ഒരു പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ട്. ഹലോ, എന്താ പരിപാടി? ഇവിടെ കോടാലി വെള്ളത്തിൽ മുക്കിക്കൊണ്ടിരിക്കുക. അതെ, വയ്യാത്ത ആൾക്ക് ഒരിടത്ത് ഇറങ്ങി. അങ്ങനെ വെട്ടിയാൽ ശരിയാവില്ല ചേട്ടാ. ഞാനും അതും കൂടെ തലമുടി വെട്ടിക്കാനായിട്ട് പാലത്തേക്ക് വരെ പോവാണ് കേട്ടോ. ഭയങ്കര പല്ലുവേദനയാണ്. കാലാവസ്ഥ മാറിയതുകൊണ്ടാന്ന് തോന്നുന്നു. ഓ അതെ, രണ്ടുപേരും അവിടെ ഉണ്ട് കേട്ടോ. രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ട്. അമ്മച്ചി താഴെ തേച്ചേച്ചോട് വർത്താനം പറഞ്ഞിരിക്കാം. ഭയങ്കര പല്ലുവേദന. രക്ഷയില്ല പല്ലുവേദന. ഫോട്ടോ എന്നിട്ട് നോക്കാം. പാടാ ഇവിടെ വന്നിട്ടാണ് മുടി വെട്ടിയിട്ട് പോയത്. അപ്പം നമ്മൾ താഴെ മാതൊട്ടി പോയ മുടി വെട്ടിയത്. ഈ പ്രാവശ്യം നമ്മൾ പാലത്തിങ്കി പോയ മുടി വെട്ടുന്നത്. വലിയൊരു ഹോളാട്ടോ പല്ലിന്. എൻ്റെ പൊന്ന് ദൈവമേ, സംസാരിക്കാൻ പോലും പറ്റില്ല.
കാണാൻ പറ്റുമോ എനിക്കറിയില്ല. ഉള്ളില കണ്ടാ. ഉഫ്, അതിനെ അടയ്ക്കണം. ഞങ്ങളതേ എന്ത് കാത്ത് നിൽക്കുവാ? മതി ഓട്ടോ ഇപ്പം നല്ല ഒരു നല്ലത് മഴ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അപ്പം വെച്ചത് കാണിച്ചാൽ കഴിഞ്ഞ ദിവസേ അപ്പം വെച്ചേക്കുന്നത്. പോയി അതെടുത്ത് ഇപ്പറ കൊണ്ട് വെയ്യത് ഉണങ്ങിയടാ. അതെടുത്തോ അവിടെ വെച്ചോ. വണ്ടി വരുന്നുണ്ട്, തട്ടി വീഴരുത്. അവിടെ വെച്ചോ. മുടി വെട്ടുന്നോട്ട് വന്നിരിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ആ പുള്ളി ഇല്ല. അപ്പോൾ വരട്ടെ, വരുന്നവരെ വെയിറ്റ് ചെയ്യും. ഇല്ലടാ, എന്ത് കട്ട് ചെയ്യാനാ? ബുള്ളറ്റോ? ഇവിടെ ബുള്ളറ്റ് ഇവിടെ ഇന്നാളും ചെയ്തിട്ട് നീ മുടി വെട്ടിയതായിട്ടേ തോന്നിയില്ല. വേറെ ഇതിലും ചെയ്യും. ആർമി ചെയ്യേ, എന്നാ മഷ്റൂം ചെയ്യേ. അതിനൊന്നും പറ്റില്ല, അവന് ബുള്ളറ്റ് തന്നെ വേണം. നമുക്ക് നോക്കാം. അതിന് ആദ്യം ഇതേ മുടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റൈലിലാണ് വെട്ടുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ആ സ്റ്റൈൽ ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയാം എങ്ങനെയുണ്ട്, അതിക്ക് സ്റ്റൈൽ കൊള്ളാവോ എന്ന് പറയണേ. അപ്പോൾ ഞങ്ങൾ എന്നെ ഓട്ടോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യട്ടോ. അപ്പോൾ പള്ളിയുടെ ഫ്രണ്ടിലാട്ടോ നിൽക്കുന്നത്. പള്ളിയാണോ കപ്പേളയാണോ അറിയില്ല. ഏതാണ് ഈ തിന്നണത്? ചീറ്റൂസോ? എന്നതാ? ചീറ്റോസ്. എന്തുണ്ട് വിശേഷം? ഇനി ഈസ്റ്റർ ആണ്. അപ്പോൾ എൻ്റെ എല്ലാവർക്കും, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഫാമിലിക്കും എല്ലാവർക്കും എൻ്റെ കുടുംബത്തിനും ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുറച്ച് ബീഫൊക്കെ മേടിക്കാനായിട്ട് പോവാണ് കേട്ടോ. ബീഫല്ല, എല്ല് മേടിക്കുക, എല്ലുങ്കപ്പ വെക്കാനാട്ടോ. അപ്പോൾ അത് മേടിക്കാനായിട്ട് പോവാണേ. ലിമോള് കുറേ നാളായി എല്ലുങ്കപ്പയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ നല്ല വെയിൽ കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തേ കശാപ്പ് കടയിൽ ഭയങ്കര തിരക്ക്, ക്യൂ ആയിരുന്നു കേട്ടോ ആൾക്കാർ. അപ്പോൾ ഞാൻ ഏറ്റവും പറയുന്ന ചേട്ടാ 2 കിലോ ഇല്ലെന്ന് പറഞ്ഞിട്ട് വിളിച്ച്. അപ്പം എല്ലാം ആയതുകൊണ്ട് വേഗം എടുത്ത് തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ മേടിച്ചിട്ട്. ഹായ്, അതെ ഏലിക്കുട്ടിയമ്മ, ഹാപ്പി ഈസ്റ്റർ പറ എല്ലാവരോടും. ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഞാൻ ദേ ഇറച്ചി മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല പോത്താണോ അമ്മ? അവിടെ മറ്റേ കാളയുണ്ട് കേട്ടോ. കളർ വ്യത്യാസം കണ്ട് ഞാൻ ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ ഏതാ തരുന്നതെന്ന് ഓർത്തിരിക്കുമായിരുന്നു. ഇത് നല്ല പോത്താണ്. ഇത് ചുമല കളറാ. കറുപ്പ് കളറാ. നമ്മൾ കുറച്ച് കറി വെക്കാനായിട്ട് ഇപ്പോഴത്തേക്ക് എടുത്ത് മാറ്റി വെക്കുവാണ്. ഇതിനൊപ്പം നമ്മൾ വൈകുന്നേരം വെക്കുന്നുള്ളൂ. അത് മതി. ഉച്ചത്തേക്കും കൂടെ കറിക്ക് എടുത്തോ. ഇങ്ങനെയൊക്കെ വേണം വീഡിയോ എടുക്കാൻ. കണ്ടോ കുക്കർ കണ്ടോ? അവിടെ നോക്ക്. അതെ, ബീഫ് കറി ഉണ്ടാക്കാണ്ട നീണ്ട ഇടവേളയ്ക്ക് ശേഷം ലിമോള് ബീഫ് കറി ഉണ്ടാക്കാൻ അടുക്കള കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു കുഴപ്പമില്ല, നല്ല നൈറ്റ്. ആ നൈറ്റിക്ക് ഒരു പ്രത്യേക ഭംഗി. ലിമോള ഇന്ന് ബീഫ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ കുഞ്ഞാവയ്ക്ക് എത്ര ദിവസമായമ്മേ? 49 ദിവസമായ? 50 ദിവസമാറായിട്ടാ. ആരടാ കൊച്ചിനെ നോക്കുന്നത്? ഞാൻ എന്റെ പൊണ്ണോയോ? കുഞ്ഞിപ്പെണ്ണിനെ നോക്കണത് ആരാ? ആ, ചേട്ടനാട്ടോ കുഞ്ഞിപ്പെണ്ണിനെ നോക്കണത്. ആരിത്? അപ്പോൾ കുറേ നമ്മുടെ അന്നക്കുട്ടി ചേച്ചിനെ കണ്ടു കേട്ടോ. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. എവിടെ പോകുന്നു? രാവിലെ പള്ളിയിൽ പോയാ? ശരി, പള്ളിയിലൊക്കെ പോയി നാളാണ്. എന്നാ ആഘോഷിക്കുന്ന? ബീഫ് മേടിച്ചാ? ആ മേടിക്ക്. വേറെ തന്നെ ബീഫിൻ്റെ കൂടെ? ബീഫിൻ്റെ കൂടെ വേറെ ചോറേ ഉള്ളൂ. ചോറ്. ആ, പൈസ കൊടുത്തോണ്ട് പോകുന്നു. ആ, എവിടുന്നാ മേടിച്ച? കലേശൻ്റെ അടുത്ത്. ആ ഹാ ഹാ, ഓക്കെ. അപ്പോൾ ബീഫ് ഞങ്ങൾ കയറി വരുന്നുണ്ട്.
പോരെ എന്നെടുക്കുവാ? കടയിൽ പോവാ, കടയില് അച്ചാമ്മ. അപ്പൊ ഇന്ന് ഉച്ചക്ക് ഞാൻ എണ്ണക്കുട്ടി ചേച്ചിയുടെ വീട്ടിലാണ് ഊണ്. പിന്നെ എന്നെ കുഴപ്പം. എണ്ണക്കുട്ടി ചേച്ചിയുടെ വീട്ടിൽ ഊണ് കഴിക്കാൻ പോകും ഞാനിന്ന്. പറഞ്ഞാലും മിക്കവാറും പാലിക്കുന്ന ഒരാള് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കോമഡി. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം വരണ്ടാന്നല്ലേ? പറഞ്ഞതിന്റെ അർത്ഥം വരണ്ടാന്നല്ലേ? വരികയാണെന്ന് എനിക്കറിയാം. പിന്നെ അതിന് പിള്ളേരെ കണ്ട് കുറച്ച് നേരം അവരുടെ കൂടെ കളിക്കാൻ കൂടി കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2-3 ദിവസത്തെ കണക്ട് ചെയ്തിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ എന്തെങ്കിലും ബോറടിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ അത് ഇടാൻ പറ്റാഞ്ഞതുകൊണ്ടാണ് 3 ദിവസത്തെ ഒരുമിച്ചിടുന്നത് കേട്ടോ. ഹായ്. അപ്പം ഞങ്ങളെ ഇന്നലെ ആയിരുന്നു നമ്മുടെ ഈസ്റ്റർ. അപ്പോൾ ഈസ്റ്റർ നമ്മൾ പോയി, ഞാൻ രാവിലെ പോയി ബീഫും ഇതൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ എന്തോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രാവിലെ കുറച്ചെടുത്ത് കറി വെച്ചു, ഉച്ചയ്ക്ക് കഴിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കപ്പ പുഴുങ്ങാനുള്ള ഒരു മൈൻഡൊക്കെ അങ്ങ് പോയി കേട്ടോ. കപ്പയൊന്നും പുഴുങ്ങിയില്ലേ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേ രാവിലെ അമ്മ കപ്പ പുഴുങ്ങി തന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റാണേ. അപ്പോൾ നമുക്ക് കുറേ ബീഫ് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ബീഫ് ആയതുകൊണ്ട് മടിച്ച് നിൽക്കും. ഇവിടെ ആർക്കും അങ്ങനെ അധികം ഇപ്പോൾ ബീഫ് ഒട്ടും ഇഷ്ടമല്ല. ബീഫ് അങ്ങനെ കഴിച്ചുകൂടാ. അപ്പോൾ കുറേ നാളായി ബീഫ് മേടിച്ച്, കുറേ നാളായി. അപ്പം അവർ ചേച്ചി കുഞ്ഞാച്ചിയൊക്കെ വന്ന സമയത്ത് നമ്മൾ അവിടെ പോയപ്പോൾ ബീഫ് കഴിച്ചതല്ലാതെ മേടിച്ചുകൊണ്ട് പോയി ഉണ്ടാക്കുകയോ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് കുറേ ആയതുകൊണ്ട് ജസ്റ്റ് ചുമ്മാ നമുക്ക് എല്ലും കപ്പ വെക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ല് വാങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എല്ലും കപ്പ. ഈസ്റ്റർ കഴിഞ്ഞിട്ടാണ് നമ്മൾ എല്ലും കപ്പ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈസ്റ്റർ നല്ല അടിപൊളിയാണ്. നമ്മൾ അത്യാവശ്യം ചുമ്മാ ആഘോഷിച്ചു. എങ്കിലും അങ്ങനെ സ്പെഷ്യലൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ഒന്ന് കറി വെച്ചിട്ട് ഞങ്ങൾ കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. എല്ലും കപ്പ ഉണ്ടാക്കുന്നത് ഞാൻ പല വീഡിയോകളിലും കാണിച്ചു തന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ കാണിച്ചില്ല കേട്ടോ ഉണ്ടാക്കുന്നൊന്നും. അപ്പോൾ രാവിലെ എണീറ്റു. എന്നിട്ട് ഇത് കഴിച്ചിട്ട് അങ്ങ് വേഗം വർക്കിന് കയറണം. പിന്നെ ഇന്ന് റിസൾട്ട് വരുമെന്ന് വിളിച്ചു ചോദിക്കണം. അവർ ചിലപ്പോൾ ഇട്ട് തരും, അല്ലെങ്കിൽ വരണമെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും വിളിച്ച് ചോദിക്കട്ടെ. എന്നിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങളോട് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തിട്ട് നല്ല വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ഓക്കെ, ബൈ.